നമ്മൾ ഇങ്ങനെ ഒരു മീഡിയ സെന്റർ തുടങ്ങാൻ കാരണം ചില മാധ്യമങ്ങൾ എല്ലാ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. കാരണം നിസ്സാര ചെറിയ ഉദാഹരണങ്ങൾ, ഇപ്പോൾ ഒരു 2 ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ മാർക്കറ്റിൽ 2 തല്ലുണ്ടായി. നിങ്ങൾ ചെറിയ ചെറിയ വാർത്തകളോ, അത് മാത്രവുമല്ല, പ്രധാനപ്പെട്ട ചില വാർത്തകൾ മെയിനായിട്ട് വരുന്നതിനകത്ത് കുറെ വാർത്തകൾ അത് വളരെ ചുരുക്കി അതിന്റെ കാതലായ ഭാഗങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു സെന്റർ തുടങ്ങി എന്ന് വിചാരിച്ച് നമ്മൾ മറ്റൊരാൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല. നമ്മളാൽ കഴിയുന്ന, നമ്മളെ പറ്റുന്ന വാർത്തകൾ കഴിവതും മാക്സിമം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ BSFല് 25 വർഷം സേവനം ചെയ്തിട്ട് 2011 ഞാൻ CI ആയിട്ട് റിട്ടയറായി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന്. അവിടെ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്തും ഞാൻ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. വന്നതിന് ശേഷം 7 വർഷം ഞാൻ മനോരമയിൽ വർക്ക് ചെയ്തു. റിട്ടയറായി DRS എടുത്ത് വന്നതിന് ശേഷം, അതിനുശേഷം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടുന്ന് മനോരമയിൽ നിന്ന് വേണ്ടെന്ന് വെച്ച് നമ്മുടെ പ്രൈവറ്റ് ഫാമിലി ഇപ്പോൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത്. അന്ന് മുതല് ഞാൻ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ, നമുക്ക് അത്ര അറിവില്ല, നമ്മളെക്കാളും മുതിർന്ന എത്രയോ ജനങ്ങളുണ്ട്, നമുക്ക് അത്ര അറിവില്ലെങ്കിൽ പോലും നമ്മൾ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ കാര്യങ്ങളും അതിന്റെ അറിവ് ശേഖരിക്കാനും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ അറിയാൻ ഒരുപാട് പരിശ്രമിച്ച് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് നമ്മളെ കിട്ടുന്ന സമയം ഇപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് തോന്നാൻ കാരണം സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള ഇതിനകത്തൂടെ എല്ലാം ജനങ്ങളെ പറ്റിക്കാനായിട്ടുള്ള ഓരോ വാർത്തകൾ വരികയാണ്. ചുരുക്കി പറഞ്ഞ് നമ്മുടെ ലുലു ഗ്രൂപ്പ്, മിൽമ, ഇതിനെല്ലാം ക്വസ്റ്റ്യൻ പറഞ്ഞ് ജനങ്ങളെ അതിനകത്ത് സത്യസന്ധത ഏതാണ്, കളവ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ അതിന്റെ പുറമെ പോകാനുള്ള സമയങ്ങൾ പോലും മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് അതിന്റെ പുറമെ ഇപ്പൊ നമ്മുടെ അക്കൗണ്ട്സ് പോലും ഹാക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കും. പക്ഷെ അതിന്റെ പുറമെ പോയി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്നുണ്ടോ, അല്ല അതിനുള്ള ഇത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനകത്ത് ജനങ്ങൾ പെട്ടുപോകരുത്. മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന ഓരോ മിനിറ്റും ജനിക്കുന്ന പുതുവാർത്തകൾ, അത് വാർത്തയാണോ കഥയാണോ നുണയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അതിന്റെ ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റിയെ ആണ് ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആദ്യമായി ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ബാക്ക്. നമ്മൾ പുറകോട്ട് സഞ്ചരിക്കണം. ഇത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി, ഹൗ മീഡിയ ടിക്സ്, അത് ആലോചിക്കുമ്പോൾ മനുഷ്യ സഹജമായ, മനുഷ്യന്റെ സവിശേഷമായ മേധാശക്തി കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിവരങ്ങൾ മറ്റാൾക്കാർക്ക് ഷെയർ ചെയ്യുവാൻ, അവരെ അറിയിക്കുവാൻ, അതനുസരിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ ആ രീതിയിൽ പരുവപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മോശയായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാധ്യമങ്ങളെ പൊതുസമൂഹം കണ്ടത്. അത് അതിനുവേണ്ടി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇത് മാത്രമാണോ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. പക്ഷേ നമ്മുടെ അനുഭവത്തില്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എത്രയോ ഓരോ ലോകരാഷ്ട്രങ്ങളിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും, കേരളം എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, മറ്റ് അയൽ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ, ഏത് പ്രദേശം എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, രാഷ്ട്ര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട്, വികസന നയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങളിലെ ഇടപെടൽ, ദൈനംദിനമായ ഇടപെടലുകൾ അനിവാര്യമാവുകയും അതിലൂടെ ഒരു ചാലകശക്തിയായി സമൂഹത്തെ നേർവഴിക്ക് നയിക്കുവാൻ, ആ പ്രസ്ഥാനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ, രാഷ്ട്രീയ പാർട്ടികളെ വളർത്തുവാനും തളർത്തുവാനും കേൾപ്പുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാധ്യമങ്ങൾ മാറുകയും അങ്ങനെ ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകങ്ങളിലെ ഒന്നായിട്ട്, നാലാം തൂണായിട്ട്
ഈ മാധ്യമം മാറുന്നത് അങ്ങനെയാണ്. 1600-കളില് അമേരിക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയില് അവിടെ കെൻഡുക്കി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. കെൻഡുക്കി നമുക്കറിയാം, ചിക്കൻ കെൻഡുക്കിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കെൻഡുക്കി നോർത്ത് അമേരിക്കയിലുള്ള സ്ഥലമാണ്. ഈ കെൻഡുക്കില് വിജനമായ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ അവിടെ ആൾക്കാർ താമസിക്കാനൊന്നുമില്ല, വെറും പച്ചത്തുരുത്തുകളായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, പ്രദേശങ്ങളാണ്. വിത്ത് റെസ്പെക്ട് ടു ജേർണലിസം, പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദ റോൾ ഓഫ് PR എന്ന് പറയുന്നതും ഒരു സ്ക്രൈബ് അല്ലെങ്കിൽ റിപ്പോർട്ടർ അല്ലെങ്കിൽ ബ്യൂറോ ചീഫിന് ഏറ്റവും വിശ്വസനീയമായ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ്, അതാണ് PR പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോ ടീമോ അവിടെ കൊടുക്കേണ്ടത്. റെഗുലർ സപ്ലൈ ഓഫ് ഇൻഫർമേഷൻ, ക്രെഡിബിൾ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ വിച്ച് ക്യാൻ ബി ക്രോസ് ചെക്ക്. ഈ തരത്തിലുള്ള ഇന്നിപ്പം സംഭവിക്കുന്നത് എന്താണ്? ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ്. ദർ ഇസ് നോ ക്രോസ് ചെക്കിങ്. ആരെങ്കിലും ഒരാളെ മൊബൈൽ കണ്ടു അല്ലെങ്കിൽ കേൾക്കുന്ന സാധനം അതിനെ എക്സാജറേറ്റ് ചെയ്യുകയോ അല്ലാതെയോ അയാളുടെ ഫാമിലിയിലോ കൂടിയുള്ള അതിനെ അപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് അതിന്റെ ക്രെഡിബിലിറ്റി താഴോട്ട് പോകുന്നത്. അപ്പം സോഴ്സ് എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും പറഞ്ഞാൽ PR ബേസിക്കലി ക്രെഡിബിൾ സോഴ്സ്. പ്രിന്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോപ്പീസ് ബീങ് പ്രിന്റഡ് ബൈ ദ പർട്ടിക്കുലർ മെയിൽ, അത് കുറയുന്നു. അപ്പം അത് വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. കാരണം ജെൻസി പിള്ളേരൊന്നും ഇത് വായിക്കാൻ സമയം മെനക്കെടത്തില്ല. ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് അനിവാര്യമാണ്. അത് ഗണ്യമായിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് വരുന്ന ഒരു സാധനം കൂടിയാണ് പെയ്ഡ് ന്യൂസ് എന്ന് പറയുന്ന കാര്യം. പെയ്ഡ് ന്യൂസ് എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പറയുന്ന ഒരു സാധനം പെയ്ഡ് ന്യൂസ് അല്ല, PR എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ക്യാൻ ദേ സർവൈവ് വിതൗട്ട് ദാറ്റ്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്, ഗവൺമെന്റുകൾ ചെയ്യുന്നത് കള്ളത്തരം തന്നെ എഴുതി വെച്ചുകൊണ്ട് പെണ്ടയ്ക്ക നിരത്തിക്കൊണ്ട് കള്ളത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കള്ളത്തരം പറയുക, പത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. പുതിയ സാങ്കേതിക വിദ്യയോട് നമ്മൾ നോ പറയരുത്, മറിച്ച് അതിനോടൊപ്പം ഒഴുകാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് അതുണ്ടാവരുത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഒരു വിഷയം നമുക്ക് സംസാരിക്കുവാൻ ഒരു ചെറിയ ഹ്രസ്വമായ പരിപാടി ആയതിനാണ് ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഐ കൻ ഗോ ഓൺ ആൻഡ് ഓൺ. അപ്പൊ ഇതിന് അവസരം സംഘാടകർക്കും വിശേഷ രാജ്യം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വാർത്തകളുടെ നിലവാരം, അതിന്റെ സംശുദ്ധിയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സ്കാനിങ് സെന്റർ പോലെ സ്ഥാപനമാണ് നല്ല രീതിയിലുള്ള ജെനുവിനിറ്റി. നമുക്കിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം അവിടെ ഇന്നിപ്പോ നിലവാരമോ സത്യസന്ധതയോ ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ ചവറ് പോലെ വരിക. ആദ്യമൊക്കെ ഈ സോഷ്യൽ മീഡിയ ഞാൻ കാര്യമായിട്ട് നോക്കുകയായിരുന്നു. ഇപ്പോ നിവൃത്തി ഉണ്ടെങ്കിൽ അത്യാവശ്യം വല്ലതും കൊണ്ടൊന്ന് ഓടിച്ച് നോക്കി നിർത്തുക. കാരണം പലതും ഇപ്പൊ പ്രൊഫഷണൽസിന്റെ അല്ലല്ലോ, ആർക്കും കയറി എന്തും കാണിക്കാവുന്ന ഒരു മേഖലയായി സോഷ്യൽ മീഡിയ മാറിയപ്പോ അവിടെ ഏത് നുണയും ആർക്കും പറയാം. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എനിക്ക് തോന്നുന്നു ക്രമേണ താഴോട്ട് പോകുന്നതാണ് തോന്നുന്നു. അവിടെയാണ് ഒരുപക്ഷെ നമ്മുടെ പ്രിന്റ് മീഡിയയ്ക്കും അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങൾക്കൊക്കെ വീണ്ടും ഒരു പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുക. കാരണം അവർക്കൊക്കെ കുറച്ചുകൂടി ഉത്തരവാദിത്വം, എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു നിശ്ചിത പൊസിഷനിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ കുറച്ചുകൂടി സത്യസന്ധമായ വാർത്തകളും ആധികാരികമായ കാര്യങ്ങളും വരും എന്നാണ് നമ്മളുടെ ഒരു സങ്കല്പം. അതിനൊന്നുകൂടി ഉണർവ് കൊടുക്കാൻ മീഡിയ സെന്റർ പോലെയുള്ള കേന്ദ്രങ്ങൾക്ക് കഴിയട്ടെ. നല്ല രീതിയിൽ
നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള അറിവുകൾ വിവരങ്ങൾ ലഭിക്കാൻ ഈ സംരംഭം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.